പ്രേക്ഷകർക്ക് നമസ്കാരം. മാതൃഭൂമിയുടെ പ്രോഗ്രാമില് അവതാരകൻ അഭിലാഷ് ഒന്നൊന്നര ചോദ്യം മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധിയോട് ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് പച്ച വർഗീയവാദം വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടോ? ഏതായാലും നമുക്ക് ആ ഒരു ഒന്നൊന്നര ചോദ്യം ഒന്ന് ആദ്യം കേൾക്കാം. നിങ്ങൾ കേട്ടോ? പാർട്ടിയുടെ പേരിൽ തന്നെ ഒരു മതനാമമുണ്ട്, മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ച ആളാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോട്ട് നിന്ന് ഒരു നേതാവിന്റെ പ്രസംഗം ഞാൻ കേട്ടത്, നമ്മൾ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി 5 നേരം നിസ്കരിക്കുന്ന, വ്രതമെടുക്കുന്ന, ഇസ്ലാമിക ചര്യയിൽ ജീവിക്കുന്ന ഒരാളാണ്, അവർക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഒരാളുടെ മതപരമായ ഐഡന്റിറ്റിയാണ് തെരഞ്ഞെടുപ്പുകൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് വരുന്നുണ്ടോ ഈ വർത്തമാനകാലത്ത്? നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ്. നിസ്കരിക്കുന്നവർക്ക് വോട്ട് ചെയ്യൂ, ഇതൊക്കെ പച്ച വർഗീയതയല്ലേ? ഇത് മാത്രാണോ? ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലല്ലേ ഒരു വനിതാ ലീഗ് നേതാവ് രംഗത്തെത്തിയിട്ട് പള്ളി വിളിക്കാൻ വരുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ് പ്രചരണം നടത്തിയത്? ഈ മുസ്ലിം ലീഗൊക്കെ പച്ച വർഗീയവാദികളാ, ഒരു തർക്കമില്ലാത്ത വിഷയ. ഈ ചോദ്യത്തിന് മറുപടിയുമായിട്ട് ജനപ്രതിനിധി മറുപടി കൊടുക്കുന്നുണ്ട്. അതിലുള്ള ഓരോ കാര്യങ്ങളും ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ. മതവാദം തന്നെയാണ്, ഗാന്ധിയുടെ മതേതരത്താണ്, ഇതൊക്കെയാണ് വിളിച്ചു വരുന്നത്. ഓരോ കാര്യങ്ങളും ഓരോ ആളുകളും ഗൗരവത്തിലൊന്ന് കേട്ടു നോക്കൂ, മറുപടി കൊടുക്കാം നമുക്ക്. ഇവരൊക്കെ എത്രത്തോളം പച്ചവർഗീയവാദികളാണ് എന്നുള്ളതിന്റെ ഏതായാലും മറുപടി ഒന്ന് കേട്ടു നോക്കൂ. അതൊരു തുടർച്ചയായി പറയേണ്ട കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, നമ്മൾ മതവും മതേതരത്വവും പറഞ്ഞാണ് തുടങ്ങിയത്. മതവും മതേതരത്വവും രണ്ട് വിപരീത ദിശകളിൽ നിൽക്കുന്ന ഐഡിയോളജി അല്ല. മതം ഉണ്ടാവുകയും മതേതരത്വം പുലർത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ മതേതരത്വം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു ധാർമ്മികത എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഒരു യൂറോപ്യൻ ഒരു വേ ഓഫ് ഈ പറഞ്ഞ സെക്യുലറിസം അല്ല ഇന്ത്യൻ വേ ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത്. ഗാന്ധിയിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. മതേതരത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഗാന്ധിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയം തന്നെ ഏറ്റവും മനോഹരമായ മതേതരത്വം മുന്നോട്ട് വെച്ചൊരു മനുഷ്യനാണ്. മരിച്ചു വീഴുമ്പോഴും ഹേ റാം എന്ന് ഉച്ചരിച്ചു വീഴുന്ന മതവിശ്വാസിയായ ഗാന്ധിയാണ് ഏറ്റവും നന്നായി മതേതരത്വം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏതൊരിടത്തും നമ്മുടെ രാഷ്ട്രീയം ഉണ്ടാവുമ്പോഴും മതവിശ്വാസം എന്ന് പറയുന്നത് അതിൽ നിന്ന് പുറത്ത് വെച്ചുകൊണ്ട് ആ കുപ്പായി ഊരി വെച്ച് കയറാനുള്ളതല്ല. നമ്മുടെ ഒരിടവും സ്വാഭാവികമായും നമ്മൾ നിൽക്കുന്ന എല്ലായിടത്തും ആ സ്വത്വം അതിൽ വെളിപ്പെട്ടു വരും. പക്ഷെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അധികാര വിനിയോഗത്തിനായി അത് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം. അതെനിക്കൊന്നും കൂടി ക്ലാരിഫൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഈ ക്വസ്റ്റ്യനിൽ തന്നെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു മതത്തിൻ്റെ പേരുണ്ട്. രണ്ട്, മതം പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്ന മറ്റൊരാളുണ്ട്. ഇത് രണ്ടാണ്. എൻ്റെ പാർട്ടിയുടെ പേരിൽ മതം ഉണ്ടാവുകയും അധികാര ലബ്ധിക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ഈ മതമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അതിൻ്റെ കാരണം അധികാര വിനിയോഗവും ദുർവിനിയോഗവും രണ്ടാണ്. ഒരു മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ് ഉള്ളൊരു രാഷ്ട്രത്ത് അല്ലെങ്കിൽ നാട്ടിൽ നമുക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അധികാരം വേണമെങ്കിൽ അവർ അവരുടെ സ്വത്വത്തിൻ്റെ പേരിൽ സംഘടിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ചരിത്രം തന്നിട്ടുള്ള പാഠം. അങ്ങനെ അല്ലാതെ അതിഭീകരമായൊരു ജനാധിപത്യ ബോധം കൊണ്ട് ഇന്നേ വരെ അത് സാധ്യമായിട്ടില്ല. സാധ്യമാവുന്ന ഒരു കാലത്തേക്ക് നമുക്ക് ഈ കോൺസെപ്റ്റ് ഇല്ലാതാവുന്നതിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങൾ കേട്ടില്ലേ? ഇതൊരു ജനപ്രതിനിധിയായിട്ട് വിജയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളത് കൂടി സകലരും ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇവർ പറഞ്ഞ ഓരോ വിഷയങ്ങളും നമുക്ക് എടുത്തിട്ടൊന്ന് പരിശോധിക്കാം. ഇവര് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, മതേതരത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ കൺസെപ്റ്റില് മഹാത്മാഗാന്ധിയുടെ ഹേ റാം എന്ന് പറയുന്ന മതേതരത്വ ബോധ്യമാണ്. മതത്തിൽ നിന്നുകൊണ്ട് തന്നെയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ മതേതരത്വമൊക്കെ ഇവര് വിളിച്ചു പറയുന്നുണ്ട്. ശരിയാണ്, ഈ മതേതരത്വം എന്ന് പറയുന്നത് ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് തന്നെയാ. പക്ഷെ ഇതിൽ വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അല്ല, ഗാന്ധിയുടെ മതേതരത്വമാണോ ഈ മുസ്ലിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതല്ലെങ്കിൽ മുഹമ്മദ് അലി ജിന്ന എന്ന ആ വ്യക്തിയുടെ മതേതരത്വമാണോ? ആ മുഹമ്മദ് അലി ജിന്നയുടെ കാര്യങ്ങളാണോ ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത് വെറുതെ ചോദിക്കല്ല. മഹാത്മാഗാന്ധിയുടെ ഹേ റാം എന്ന് പറയുന്ന മതേതരത്വവുമായിട്ട് ഇവർ ആ വാക്ക് വരെ പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഒന്നിനോട് പോലും ഒന്ന് യോജിപ്പിക്കാൻ പോലും സാധിക്കുന്നില്ലല്ലോ. മറിച്ച് മുഹമ്മദ് അലി ജിന്ന എന്ന നമ്മുടെ രാജ്യത്തെ കയറി മുറിച്ച് പച്ചവർഗീയതയായിട്ട് മുന്നോട്ട് പോയി പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം രൂപീകരിച്ച
മുഹമ്മദ് അലി ജിന്നയുടെ പൊളിറ്റിക്സ് അല്ലേ ഈ ജനപ്രതിനിധി പിന്നീട് അങ്ങോട്ട് ഹേ റാം പറഞ്ഞതിന് ശേഷം പറഞ്ഞ ഓരോ കാര്യങ്ങളും ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കോ. ഇവരെന്താ പറയുന്നത്? സ്വത്വബോധം, മതബോധം. ഇതൊക്കെ ഗാന്ധിയുടെ മതേതരത്വ, ഇതൊക്കെ മുഹമ്മദ് അലി ജിന്നയുടെ പൊളിറ്റിക്സ് അല്ലേ, വർഗീയവാദമല്ലേ, പച്ചവർഗീയവാദിയല്ലേ ഇവർ ഈ ഉയർത്തിപ്പിടിക്കുന്നത്? ഇതൊക്കെ ഓരോ മലയാളികളും ചിന്തിക്കണം. ഇവർ പിന്നെ എന്താ പറയുന്നത്? ഈ മതബോധം തന്നെ വേണം, വലിയ ജനാധിപത്യ ബോധം ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല, മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെയല്ലേ പറയുന്നത്. വലിയ ജനാധിപത്യ ബോധം ഉണ്ടായിട്ടൊന്നുമില്ല എന്ന് പറയുന്നത്, മറിച്ച് മതബോധം വേണമെന്ന പച്ചക്ക് വിളിച്ചു പറയുന്നത് ഒരു ഉളുപ്പില്ലാതെ. ഇവര് ഇന്നലകളെയൊക്കെ ഊറ്റം കൊണ്ടിട്ട് വിളിച്ചു പറഞ്ഞല്ലോ ഹേ റാമെന്ന്, ഗാന്ധിജി എന്നൊക്കെ. ഇവര് പിന്തുണക്കുന്ന ഇതിനും പിറകോട്ട് നമ്മുടെ ഭാരതത്തെ കട്ടുമുടിച്ച മുഗൾ ഭരണാധികാരികളുമായിട്ട് ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ? ഈ ജനപ്രതിനിധിയോട് തന്നെ ചോദിച്ചറിയാം. ഈ പറയുന്ന മുസ്ലിം ലീഗുകാരൊക്കെ തന്നെ മുഗൾ ഭരണാധികാരികളെ പിന്തുണയ്ക്കാറില്ലേ? ഈ മുഗൾ ഭരണാധികാരികൾ എങ്ങനെയാ നമ്മുടെ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? അവര് ഭരിച്ച കാലത്ത് മതത്തിന്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കി ജിസിയ ഏർപ്പെടുത്തി. അതായത് ഈ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് ടാക്സ് അടിക്കണം, മറിച്ചല്ലാത്ത ആളുകളൊക്കെ തന്നെ പ്രത്യേക ടാക്സ് അടിക്കണം, ജിസിയ ഏർപ്പെടുത്തി മതത്തിന്റെ പേരില്. ഈ മുഗളന്മാരെ മുസ്ലിം ലീഗ് അനുകൂലിക്കുന്നില്ലേ? എന്നിട്ട് ഇവര് വലിയ മതേതരേ ഗാന്ധിജിയുടെ ഹേ റാം ഇവര് ഗാന്ധിജിയുടെ ഇതൊന്നല്ല. ഇവർ അതിനുശേഷം പറഞ്ഞ ഓരോന്നും എടുത്തു നോക്കിയാൽ വളരെ വ്യക്തമാണ്. മുഹമ്മദ് അലി ജിന്നയുടെ പൊളിറ്റിക്സ് ആണ്, വർഗീയതയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഇവർ പറഞ്ഞല്ലോ. മെജോറിറ്റി പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ഥലത്ത് ഈ മെജോറിറ്റി പൊളിറ്റിക്സ് എന്നൊക്കെ ഈ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന പാർട്ടിക്ക് പറയാനൊക്കെ എന്തെങ്കിലും അർഹതയുണ്ടോ? അല്ല, ഇവിടെ 140 കോടി ജനങ്ങളുള്ളൊരു ഈ രാജ്യ, ഇവിടെ മറ്റു മതങ്ങളിൽ, അതായത് ഇവരല്ലാത്ത മറ്റേത് മതങ്ങൾ തമ്മിൽ വലിയൊരു ഐക്യം ഉണ്ടാവുമ്പോഴേക്ക് അതിനെതിരെയും ഇതേ ആളുകൾ ഉറഞ്ഞു തുള്ളുന്നത് ഇന്നലകളിൽ നമ്മുടെ കേരളത്തില് നമ്മളൊക്കെ തന്നെ കണ്ടില്ലേ. ഐക്യം എന്ന് കേൾക്കുമ്പോഴേക്ക് വലിയ ഉറഞ്ഞു തുള്ളല. ഇവർക്ക് മാത്രം മതബോധം, സ്വത്വബോധം എന്നിട്ട് ഉളുപ്പില്ലാതെ പറയും ഇതാണ് മതേതരത്വം എന്ന്. ഇതൊക്കെ കേൾക്കുന്ന മലയാളികൾ ഉണ്ടല്ലോ, പുച്ഛിച്ച് തള്ളും ഇത്തരം ആളുകളെ. ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഇവരൊക്കെ ഒരു ജനപ്രതിനിധിയായിട്ട് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നു എന്നാ. നമ്മുടെ രാജ്യത്തെ മതത്തിന്റെ പേരിൽ ഒരേ ഒരു പാർട്ടി, 2000-ലധികം രജിസ്റ്റർ ചെയ്ത പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ രാജ്യത്ത് ഒരേ ഒരു പാർട്ടിയുള്ളൂ മതത്തിന്റെ പേരിൽ. എന്നിട്ട് അവര് പറയാണ് അതെ ഇതാണ് മതേതരത്വം, മതത്തിന്റെ പേരിൽ ഐക്യമുണ്ടാക്കുമെന്ന് വീണ്ടും ഈ മറുപടി പറയുന്നതിൽ എടുത്തു പറയുന്നുണ്ട്. ജനാധിപത്യ ഉയർന്ന മൂല്യമൊന്നും ഒരു കാര്യമില്ല, മതമാണ്. അപ്പോ ഒരു അവസരം കിട്ടിയാൽ ഇവരൊക്കെ നമ്മുടെ നാട് തന്നെ കുട്ടിച്ചോറാക്കുമെന്നല്ലേ ഇത്തരം മറുപടികളിലൂടെയൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. 1000 തവണ പറയാ, നമ്മുടെ കേരളത്തിലെ പച്ചവർഗീയ പാർട്ടിയാ മുസ്ലിം ലീഗ്. ഒരു തർക്കവും അതിലാർക്കും തന്നെ വേണ്ട. വരുന്ന നിയമസഭാ ഇലക്ഷനിലൊക്കെ UDF എങ്ങാനും അധികാരത്തിലെത്തിയാൽ ഈ മുസ്ലിം ലീഗ് മതത്തിന്റെ പേരിലുള്ള ഭരണം, മതത്തിന് വേണ്ടിയിട്ടുള്ള ഭരണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതും ഇത്തരം മറുപടികളിലൂടെ സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയുക.